ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ദോശയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങ അരച്ച അടിപൊളി ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർക്കണം. പിന്നെ നമുക്ക് മസാലയായിട്ട് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ. നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ മുളക് പൊടിയും കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ 2 ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മുടെ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഞണ്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഞണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ അരപ്പ് നമ്മുടെ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് ആ ചാറിൽ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണേ. നല്ലൊരു കുറുകൻ പരുവത്തിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചാറ് എങ്ങനെയാണ് നീണ്ട രീതിയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അധികം കുറുക്കാണ്ട് എടുക്കാം. എനിക്കിപ്പോൾ ഇച്ചിരി കുറുകിയ ചാറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കുറുക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഞണ്ടൊക്കെ ഒന്ന് വെന്ത് അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നമ്മളുടെ ഞണ്ട് കറി റെഡിയാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഞണ്ട് കറി വെച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഈ റെസിപ്പി മറക്കാണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യുക റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.